സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഒരു പുതിയ ഫുഡ് വ്ലോഗിലേക്ക് സ്വാഗതം. ഫുഡ് വ്ലോഗ് ഫീച്ചറിംഗ് കാർത്തിക് സൂര്യ, ഫീച്ചറിംഗ് സനുബ്രോ. ഇന്ന് എക്സ്ട്രാ ഫീച്ചറിംഗ് ഇല്ല. എന്നെ വെറുതെ വെള്ളം കുടിച്ചോളാം. എന്ത് പറ്റി രമണ? എന്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് 35 വർഷത്തിനിടയിൽ. എന്ത് പറ്റിയടാ? പറയാൻ പറ്റൂലല്ലേ? ഓൾറെഡി ഞാൻ ആ ഫ്ലൈറ്റിലുള്ള മലയാളികളെ നാട്ടിച്ചു. ഓക്കെ, ഫീച്ചറിംഗ് ശരണ്യ നന്ദകുമാർ, അനന്തു. എല്ലാരും ഹായ് പറയൂ. ഓർമ്മയില്ല വ്ളോഗിൽ പറഞ്ഞത്. എന്താണോ ലേറ്റ് ആയത്? ഞാനൊന്ന് ജിമ്മിൽ പോയത്. ഇവന്മാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് പുഴുത്താലും എടി, എന്റെ വ്ളോഗില് ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ കാണുന്നിടത്താണ് നിന്റെ റൈറ്റ് സൈഡ് ഇരിക്കണത്. നീ ഇടയ്ക്ക് സ്കിപ്പ് അടിക്കുമെങ്കിൽ അവ സ്കിപ്പ് അവന്റെ വെള്ളം അടിക്കണ വ്ളോഗർ ഞാൻ കണ്ടു കേട്ടോ. എന്നിട്ട് ഞാൻ പക്ഷെ എനിക്കത് ഭയങ്കര റോങ് ആയിട്ട് തോന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു എന്താ പറയാ ഒഴിച്ചടിക്കുന്ന സീനുകളോ അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നീ കാണിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ അതിന് റെസിപ്രോക്കലായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കരുത്, നിങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞാലും ഈ പിള്ളേരെ നമ്മൾ എന്ത് പറയുന്ന പറയും? എന്നെ തന്ത വൈബെന്നും പറയും, നിന്റെ വൈബെന്നും പറയും. ഇതാണ് അവസ്ഥ. ഇത് ഞാൻ പറയും, ഈ സാധനം ഒരിക്കലും മാറാന്ന് പറയും. ഇപ്പൊ നീ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആവാം, സിനിമയിൽ കൂടെ ആവാം, എന്തും ആവാം. അതെ, നമ്മളാണ് ഈ പിള്ളേരെയൊക്കെ. ഇപ്പൊ തന്നെ ഇന്ന് വേറെ സാധനം ഞാൻ പറഞ്ഞില്ല, ഞാൻ ലെക്ചർ ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ തന്ത വൈബാണ്. ഞാനും തന്ത വൈബ് തന്നെടാ. ഇനി അപ്പൂപ്പ വൈബ് എന്നൊക്കെ പറഞ്ഞു. സനുബ്രോ, നമ്മളൊക്കെ തന്ത വൈബുകളല്ലേ? എന്റെ വൈബ് മൊത്തം ക്യാൻസൽ ആക്കിയത് നിങ്ങൾ എല്ലാരും കൂടെ. തന്ത വൈബ് ക്യാൻസൽ. ഓൾ തന്ത വൈബ്സ് ഇൻസൈഡ് ദ കാർ ഗൈസ്. അയ്യോ, ആര് പറയുന്നത്? നമ്മൾ പറയൂലേ മറ്റേ നമ്മള് ലോകം കാണുമ്പോ മാന്യനാവുക എന്ന് പറയുന്ന പരിപാടി. അതാണ് സനുബ്രോ അല്ലേ? വേറെ കാര്യമാണ്, എന്റെ റോൾ മോഡൽ സനിയാണ്. സനി വെള്ളം അടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് നീ വെള്ളം അടിക്കില്ല. എനിക്ക് അതിന് ഹൈ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ലടാ. ഞാൻ അടിക്കൂല, ഒന്നും ചെയ്യൂല, ലൈക് ക്ലീൻ ആയിട്ടാണ് വന്നത്. പക്ഷെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിക്കണവന്മാരെ അടിച്ചോട്ടെ, നമുക്ക് നേരത്തെ ചാവണമെന്നുണ്ടെങ്കിൽ ചാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. എവന്റെ കൂട്ടുകാരെല്ലാരും വെള്ളം അടിക്കണവരല്ല. ഞാൻ അടിക്കാറില്ല, സനി അടിക്കാറില്ല. ആരൊക്കെയൊക്കെയോ ഉണ്ട് വെള്ളം അടിക്കാത്ത. നമ്മളടിക്കൂല, മിണ്ടാത്ത ശരണ്യ. ഓ അങ്ങനെ അടിക്കുന്നവരടിച്ചോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങളെ ഞാൻ അടിക്കാറില്ല. എടോ മാന്യ, അനന്ത് നീ എന്താണ് ഒന്നും മിണ്ടാത്ത? അല്ല, അവൻ അയ്യപ്പ പോവേണ്. ഇനി അവൻ അടി നിർത്താൻ പോവുകയാണ്. ഗൈസ്, അജയ് എന്നെ തള്ളക്കി വിളിക്കുന്ന വീഡിയോ ബൈ ഇന്നാണ് റിലീസ് ആയത്. എല്ലാരും കണ്ടിട്ടിരിക്കുകയാണ്. രസോ എന്തരടാ? വെരി എന്താ പറയാ, അതായത് പച്ചയായ മനുഷ്യരെ കാണിക്കുന്ന വീഡിയോ. അതെ അതെ, അത് എല്ലാ അച്ഛന്മാരും അമ്മമാരൊക്കെ കാണണം. ബിക്കോസ് അതുപോലെ പിള്ളേരും കാണുക. അവർക്ക് എന്ത് ഹേർട്ട്ഫുൾ ആവുന്നു നിങ്ങളുടെ ബിഹേവിയറിനെ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. മറ്റേ നമ്മൾ മറ്റേ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയൊക്കെ പോലെയാണ്, ലേയേഴ്സ് ഉള്ള ഒരു വ്ളോഗായിരുന്നു. നന്നായി കൂടാ നിനക്ക്. ഞാൻ ഒരു കുത്തു വെച്ചല്ല. ഇന്നലെ മറ്റേ എന്തിനാ വോട്ട് ഒഴിച്ച ഉണ്ട വന്നപ്പോഴത്തേക്ക് ആദ്യം എടുത്ത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ്? അത് കട്ട് ചെയ്താണ്. ഇല്ല, അതിനകത്തുണ്ട്. റംബോളല്ലേ? ആ, മറ്റേ എന്തോ വോട്ട് ഒഴിച്ച ഫോൺസ്. അതിനകത്തൊന്നും ഇല്ല ഗൈസ്, അതൊക്കെ ഇവോപ്പറേറ്റ് ആയി പോകും. അപ്പൊ തന്നെ അറിയായി പോകും. ആ അതെ, ഷാസ് ചോദിക്കണായിട്ടില്ല. ആൽക്കഹോളിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യൂല. ഇല്ല, ബിക്കോസ് അതങ്ങ് ഇവാപറേറ്റ് ചെയ്ത് അങ്ങ് പോകും. അതെ അതെ, ചോദിക്കാൻ ഒരു ഫുഡിയല്ലേ, അല്ലാതെ ഞാൻ വെള്ളം അടിക്കൂല. മേ ബി ആ ഒരു സാധനത്തിന്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ആൽക്കഹോളിന്. ആൽക്കഹോളിന്റെ ടേസ്റ്റ് നീ കഴിച്ചില്ലേ? അതുപോലും കഴിച്ചില്ല. ഓ മാന്യ നിന്റെ ഒരു പുച്ചങ്കപ്പ്. ആന്റി എന്തൊരു
ഹ്യൂമർ സെൻസ് കറക്റ്റ് ടൈമിൽ അത് ഇവൻ ഫോക്കസും പുച്ഛം കണ്ടില്ലടാ ഞാൻ ഇപ്പൊ സമയം കിട്ടില്ല ഞാൻ രാത്രി പോയിട്ട് haters will say it is scripted, okay? ആ സീക്വൻസ് ഓ നീ പെയ്ഡ് ആയിട്ട് ചെയ്യിച്ചേണം. ഇങ്ങനെ വേണമെന്ന് ബ്രാൻഡ് പ്ലേസ്മെന്റ്. നമ്മൾ ഫുഡ് ബ്ലോഗിന് ഇറങ്ങിയിട്ട് എവിടെയാണ് പോണം? അത് നിങ്ങളാണ് പറയേണ്ട സനു ബ്രോ. എനിക്കാണോ ഇവിടെ ഒരുത്തന്നെ വയറിളക്കം, ബാക്കിയുള്ളവർക്ക് എനിക്കാണോ? ഇതല്ലേ ആരാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാ ഏട്ടാ? ഞാൻ ഷാരുവിന്റെ കാര്യം പറഞ്ഞത്. അറിയാലോ അതെ കാറി കേറിയപ്പോ തന്നെ സ്മെല്ല്. ഇവിടെ ഒരുത്തന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തി അല്ല ഒരുത്ത. അയ്യോ വണ്ടി പോണ് മനുഷ്യ. ആണാണോ പെണ്ണാണോ ഇല്ലാത്ത എന്താണോ? ഒരാൾക്ക് ഇപ്പൊ ആർക്കും മനസ്സിലായില്ല. ഷാരു കുഴപ്പമില്ല, ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല. സമയത്ത് നോക്കി എനിക്കിട്ട് പക്ഷെ ഫ്ലൈറ്റിൽ കയറണമെന്ന് ഞാൻ റിലേറ്റ് ചെയ്യണം. എനിക്ക് ഇതുപോലെ സെയിം അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്റെ അവസ്ഥ ഒരു ഞാൻ വല്ല ശത്രുക്കൾക്ക് പോലും നീ പ്രൈമിലുണ്ട് കേട്ടോ അടിച്ചേരു. എന്തിന് സർവ്വസാധാരണമാണ് ഇതൊക്കെ. വലിയ ഹാമറൊന്നും അതെ വരുമ്പോ മനസ്സിലാവും. സർവ്വ സ്വാഭാവിക. ഞാൻ ഒരു പ്രാവശ്യം കഥ പറയണോ എന്റെ അത്? വേണ്ട. നീ പറയണ അതൊക്കെ ഒരു അറിയട്ടെ. വ്ളോഗ് മണ്ണിന്റെ മണ്ണിന്റെ മണം മതി, ബലത്തിന്റെ മണം വേണ്ട. അത് മാറ്റ്. കമോൺ മാൻ. നമ്മളെപ്പോഴും റോ ആയിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വേണ്ടേ? എന്താന്ന് പറഞ്ഞത്? ആ ഓക്കെ, മണ്ണിന്റെ മണം മതി, മലത്തിന്റെ മണം വേണ്ട. ഓക്കെ സനുബ്രോ, എങ്ങോട്ടാണ് നമ്മളെ ഇത് കൊണ്ടുപോകുന്നത്? നമ്മൾ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ കൊണ്ടുപോകും. എടാ സനുബ്രോക്കാണ് പറ്റിയ. നിങ്ങൾക്കൊക്കെ മെജോറിറ്റി എനിക്ക് മറ്റേ ഡയറ്റ് ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും തിന്നാ മതിയടാ. അപ്പൊ ചിന്തയിലായി നിക്ക്. എന്തൊരു ഒരു കാര്യം പറയാൻ വന്നു. എടാ സനുബ്രോ ജാപ്പനീസ് ചൈനീസ് ചൈനീസാ ഫ്യൂഷനാണ്. ആണോ സനുബ്രോ? പോയിട്ടുണ്ടോ? സനുബ്രോക്ക് ചാനൽ ഇടാൻ പറ്റിയ ഒരു പേര് എനിക്ക് കിട്ടി, ഫുഡ് ബ്ലോഗിങ് തുടങ്ങിയാണെങ്കിൽ. ഞാൻ ഇനി ഒരു ചാനൽ കൂടെ തുടങ്ങി. ഇല്ല ഞാൻ ചുമ്മാ ഇത് ഒരു പേരല്ലേ. അതില് വേണമെങ്കിൽ എവിടെയെങ്കിലും ഉപയോഗിക്കാം. ഫുഡ് ഡാഡി. ഞാൻ കണ്ട് നീ മറ്റേ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മറ്റേ നമ്മളെ സക്കൂറയില് പോയ ഫുഡ് ഡാഡി വിത്ത് കാർത്തിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഫുഡ് അടിന്നാണ് ഇട്ടിരുന്നത്. നിങ്ങൾ ഡാഡി ആയതാണ്. അത് ഡാഡി ആക്കിയല്ലേ. ഫുഡ് ഡാഡി എന്നാണ് ഞാൻ വായിച്ചത്. അപ്പം അത് ഇംഗ്ലീഷിൽ എഴുതിയാണ് ഫുഡ് അടി. ദൂരദർശനിലൊക്കെ ലൈവ് കണ്ടില്ലേ? സ്റ്റാറ്റസ് എന്തൊരു സനുബ്രോ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചതാ. ചാനൽ ചർച്ച. എന്ത് ചർച്ചയ്ക്കാണ്? ഞാൻ കേരളത്തിന്റെ ഗെയിമേഴ്സിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ അങ്ങ് പോയി. ചുമ്മാ മറ്റേ വേവ് സമ്മിറ്റിന്റെ സംഭവമായിരുന്നു ദൂരദർശന്. ഞാൻ പോയിരുന്ന് ഫുള്ളിരുന്ന് ഒരു മണിക്കൂർ ചർച്ചയായിരുന്നു. നൈസായിരുന്നു. നിന്നോട് കൂടെ കൂടി ഞാൻ ന്യൂസ് ചർച്ചയിൽ വരെ വന്നു തുടങ്ങിയ ഒരു ഇൻട്രോവേർട്ടിന്റെ പതനം. ക്യാമറ ഇന്നലെ സെറ്റൊക്കെ ചെയ്തത് എന്താ കൊള്ളായിരുന്ന ലൈവ് വന്നതല്ലേ? അത് ലാപ്ടോപ്പിന്റെ മാക്ബുക്കിന്റെ ലാപ്ടോപ്പിന് ഇത്ര ക്ലാരിറ്റി. ലാപ്ടോപ്പിന് ഇത്ര ക്ലാരിറ്റിയാണ്. മാക്ബുക്ക് എടുത്ത് മാക്ബുക്ക് ആടാ, അതിന് ക്ലാരിറ്റി കാണും. യുനോ രണ്ട് തലേണയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറത്ത് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നത്. എന്താടാ നിനക്ക് ഒരു വിമ്മിഷ്ടം പോലെ? എന്താടി ഒരാളെ നിർത്ത സനി ബ്രോ? ആരടി എന്നെ എന്തിരുന്ന്? മാക്ബുക്കിന് ഞാൻ ഒന്നും പറയുന്നില്ല. ശരി 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 ഭയങ്കര ക്ലാരിറ്റി. പക്ഷെ അത് ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. അത്രയും ക്ലാരിറ്റി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ നല്ലതല്ലേ ഐഫോണിൽ ചെയ്യാൻ നോക്കി. പിന്നെ മാക്ബുക്കിൽ ഐഫോൺ കണക്ട് ചെയ്ത് വെബ്കാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ പിന്നെ മാക്ബുക്ക് ജസ്റ്റ് മറ്റേ ഇതില്ലേ ക്യാമറയുടെ അവിടെ പോയിട്ട് നമ്മുടെ ഐഫോണ് ഇട്ട് കഴിഞ്ഞ് ബാക്ക് ക്യാമറ യൂസ് ചെയ്യാം. സനുബ്രോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അയ്യോ പൊളിയടാ പൊളി. ഞാൻ ഫോട്ടോ ഇവിടെ കാണിച്ചേക്കാൻ. ഡേ ടു ഡ്രീം അത് ആലോചിക്കണം. വൺ പീസ് എന്ന് വൺ പീസ് അല്ല, മറ്റേ വൺ പ്ലസിന്റെ ഫൗണ്ടർ, പിന്നെ നത്തിങ്ങിന്റെ ഫൗണ്ടർ. വൺ പ്ലസ് വിട്ടിട്ടാണ് പുള്ളിക്കാരൻ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങിയത്. പേര് കാൾപേ. അങ്ങേരുടെ കൂടെ യവൻ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. മലയാളം പറഞ്ഞിച്ച് ഇതിൽ ലൈറ്റ് കത്തും. ഇത് പൊളിച്ച്. അത് വേറെ ഇടാ. ഞാൻ ഇന്ന് ആലോചിച്ചു, പണ്ട് കാൽപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വെറുതെ പേരിലും ഇതിലൊക്കെ കാണാം. അങ്ങേര് എന്നെ കണ്ടപ്പോ ആദ്യം പറഞ്ഞെന്നറിയോ? ഐ സീ യുവർ ട്വീറ്റ്സ്. ചുമ്മാ
ഞാൻ ഇങ്ങനെ ഓക്കെ ലൈറ്റ് കത്തും. എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ഞാൻ ഐഫോണിന് ശേഷം എടുക്കുന്നത് വൺ പ്ലസ് ആണ്. വൺ പ്ലസ് ഐ വാസ് ലൈക്ക് സൂപ്പർ ഹാപ്പി വിത്ത് ഇറ്റ് ആൻഡ് അയാളാണ് അതിന്റെ മെയിൻ ആണി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞ ഈ നത്തിങ്ങിന്റെ ഒരു വിഡ്ജറ്റ് ഉണ്ട്. അത് ഒരു പാമ്പ് മറ്റേ നമ്മുടെ നോക്കിയുടെ പാമ്പും കളിയില്ലേ ആ സാധനം ഒരു വിഡ്ജറ്റ് ആയിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്ത ഒരു മലയാളിയാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ. ഇവന്മാർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനോ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഫോണിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അത്രയ്ക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല ബന്ധമുള്ള ഇവിടെ പിള്ളേരൊക്കെ ഞാൻ ആലോചിച്ചു. ഈ ഫോൺ ടെസ്റ്റ് ചെയ്യുന്ന റിവ്യൂവേഴ്സ് അല്ല, ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത്. ഞാൻ അന്നേരം അങ്ങനത്തെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു വൺ പ്ലസ് നിങ്ങൾ കാരണമാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. നത്തിങ് ഇപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഫാൻ എന്തുകൊണ്ട് അത് നിങ്ങൾ തന്നെയാണ് റീസൺ എന്ന് പറഞ്ഞു. എടാ എനിക്ക് തോന്നണേടാ സ്റ്റീവ് ജോബ്സിന് ശേഷം ഇത്രയും പോപ്പുലർ ആയ ഒരു സിഇഒ വേറെ ഇല്ല. സ്റ്റീവ് ജോബ്സ്, അതെ സ്റ്റീവ് ജോബ്സ് നമ്പർ വൺ ലോകത്തില്. അതായത് അയാളെ പോലെ ഒരു വിഷനറിയും മാർക്കറ്റിംഗ് കിങ്ങും ഇല്ല. ഞാൻ നീ ടിം കുക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങേരൊക്കെ കണ്ടാ ഇതൊന്നും അല്ല എന്റെ കോണം. ടിം കുക്കിനൊക്കെ കണ്ടാ ഞാൻ തൊള്ളക്ക് വിളിക്കും അങ്ങേരെയൊക്കെ. സത്യം ഞാൻ നല്ലപോലെ പറയും. അങ്ങേരെ ഒറ്റ ഒരുത്തൻ ഞാൻ പറയും നീ ഒരൊറ്റ ക്രിമി കാരണമാണ് ഈ കമ്പനി ഇങ്ങനെ ആയെന്ന് ഞാൻ പറയും. അയാൾ ഒരു കിണ്ടിയും ചെയ്തിട്ടില്ല. അയാൾ എന്താണ് നശിപ്പിക്കുക അല്ലാതെ വേറെ എന്താണ് അയാൾ ചെയ്തിട്ടുള്ളത്? ആപ്പിളിലെ തള്ളക്കുകൾ കിട്ടുന്നതിന് മുന്നേ ഇതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. അതെ നമ്മൾ രണ്ടുപേരും ചെറുതായിട്ട് പുഴുങ്ങി തുടങ്ങുന്നു കേസ്. നമ്മളല്ല പാപ്പ. തിമ്മണ്ണനെ വലിയ ഇഷ്ടമല്ലെങ്കിൽ ആപ്പിൾ ഇഷ്ടമാണ്. തിമ്മണ്ണനോട് എനിക്ക് വലിയ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. തിമ്മണ്ണ റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ഒരു ഇത്. എന്റെയും പയ്യന്മാരെ പക്ഷേ മറ്റേ ഗ്ലാമർ പൊടിയല്ലേ നല്ല മുടിയൊക്കെ ഉള്ള. അയ്യോ അത് മറ്റേ എനിക്ക് മനസ്സിലായി പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞ അങ്ങേരെയൊക്കെ കൊണ്ടുവന്നാൽ കൊള്ളായിരുന്നു. പക്ഷേ ഇത് ടീമിനെ പിരിച്ചുവിട്ടിട്ട് പുതിയൊരു ഡിസൈൻ. ഏതെങ്കിലും ആപ്പിളിന് പഴയ ആപ്പിളല്ലേ യൂസ് ചെയ്യണം ഇതൊന്നും അറിഞ്ഞുകൂടാ. സെപ്റ്റംബറിൽ വന്നൊരു മനുഷ്യനല്ലേ, സെപ്റ്റംബറിൽ ലോഞ്ചിന് വന്നൊരു മനുഷ്യനല്ലേ. ടിം കുക്ക് അല്ലേ ആ കൂട്ടത്തിൽ ഇത്തിരി ഗ്ലാമർ പൊടിയായിട്ടുള്ള ഒരു മനുഷ്യൻ. എന്തൊരു പാടോ. അനന്തു നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ലെന്ന്. അല്ല അവനും ആപ്പിളാണ്. ഈ കാറിൽ ഇരിക്കണ എല്ലാരും ആപ്പിൾ. ഇപ്പൊ കോസി പോണോ അന്ന് അവനക്ക് പാർക്കിംഗ് കിട്ടാത്ത സ്ഥലത്ത് അവിടെ ക്യാമറ എടുത്തുവിടുന്നല്ലേ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. ഓ സനിബ്രോയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോ നടന്നാലായി. മുതലാളിയോടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞു നോക്കായിരുന്നു. മുതലാളി അവിടെ വരാറില്ല. മുതലാളിയുടെ ഫോൺ നമ്പർ എടുത്ത് കറക്റ്റ് പുതിയ ഇഷ്ടപ്പെട്ട വ്ളോഗ് എടുക്കാനാണ്. വ്ളോഗ് എടുക്കാനല്ലേ? വ്ളോഗ് എടുക്കാൻ കരിക്കാട ഇല്ല ഞാൻ കണ്ടതല്ലോ. കൊള്ളാവോ? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാ കാണാം. എന്തിനാണ് പേരെന്തിനായിരുന്നു? സംതിങ് ഫിഷി കാണാം. സംതിങ് ഫിഷി കാണാം സുഹൃത്തുക്കളെ. എനിക്ക് ആ ഒരു അവന്റെ അവസ്ഥയായിരുന്നു എനിക്ക് വിഷമം തോന്നിയത്. ഹായ് ബ്രോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വന്ന ആ പാവപ്പെട്ടവന് എന്റെ കാല് തല്ലി പിടിച്ച് ഉടനെ അമ്മ ബാക്കി തോന്നിട്ടാ. അയ്യോ കൈയും കാലും ഇല്ലാത്ത സന്ദീപ് എങ്ങനെ ഇരിക്കും പാവം മനുഷ്യ. സ്പോയിലർ ടെറിട്ടറി ഓ കണ്ടില്ലല്ലേ? കാണാത്തവർക്ക് വേണ്ടി ലിറ്റിൽ സോയ് നമ്മള് പോയിട്ടുണ്ട് സനിബ്രോ. നമുക്ക് വേറെ എവിടെയെങ്കിലും പിടിക്കാം. സനിബ്രോ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് വരുമ്പോ നമ്മൾ ലൊക്കേഷന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ടായിരിക്കും അടുത്ത ഫുട്ടേജ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ നാസി ആൻഡ് മീ ആ മേളിൽ കാണുന്ന അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. എന്താടാ ഇവിടെ മറ്റേതില്ലേ ലിറ്റിൽ സോയ്? ഓ ലിറ്റിൽ സോയ് പറഞ്ഞതിന് മുന്നേ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജാപ്പനീസ് ആണോ ഇവിടെ സ്പെഷ്യൽ? ഫസ്റ്റ് ഏഷ്യൻ ഇങ്ങനത്തെ പരിപാടി വെറൈറ്റി. ഗൈസ് നമ്മളൊരു ഏഷ്യൻ കുസീൻ ട്രൈ ചെയ്യാനാണ് വന്നേക്കുന്നത്. സോ ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ച് ഞങ്ങൾ ഫുഡുകൾ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സനിബ്രോ അവിടെ ഫോൺ വന്നിട്ട് അങ്ങോട്ട് പോയി. ശരണ്യ ഫുഡ് ബ്ലോഗ് പതുക്കെ പറയണത്. എന്തൊക്കെയോ കഴിക്കാൻ നീ രഹസ്യം പറയണ ആരുടെ? എവിടെ എന്റെ ഫുഡ് ബ്ലോഗർ? വരൂ ഗൈസ്. ഹലോ നമസ്കാരം ചേട്ടാ, സുഖമാണോ? അടിപൊളി. നമ്മള് 6 പേര് അല്ല 5 പേര് നമുക്ക് ഇങ്ങോട്ടിരിക്കാം ഗൈസ്. ഇവിടെ ഒരു വേക്കൻറ്റ് സ്പോട്ട് ഞാൻ കാണുന്നു. ദിസ് ഈസ് എ നല്ല സ്പോട്ട്. ഇവിടെ റിസർവ്ഡ് എന്നുള്ള 3 കട്ട വെച്ചിട്ടുണ്ട്. മുതുക്ക് മെനു കേട്ടാ. ഇതാണ് ഇവിടുത്തെ മെനു. നാസി ആൻഡ് മീ എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പോലെ തോന്നുമല്ലോ.
സ്പൈസി സാമ്പാർ ചിക്കൻ സാട്ടെ ഞങ്ങൾക്ക് വേണ്ടി സനിബ്ര ഓർഡർ ചെയ്തു. സൈലന്റ് ആയ അച്ഛന്റെ വയലന്റ് ആയ മോൻ അത് കറക്റ്റ് മോമല്ലേടാ. എന്താടാ മറ്റേ ആള് സതി എന്താ പറയണെന്ന് വെച്ചപ്പോ സുരേഷിന്റെ മോനാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കേസ്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ. എന്തൊരുടാ ഐ അണ്ടർസ്റ്റാൻഡ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ ഞാൻ പറയില്ല എല്ലാ മക്കൾക്കും അച്ഛന്റെ അമ്മേന്റെയും ബ്രദേഴ്സിന്റെ എന്നൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ ഒരു കംപ്ലീറ്റ് പിക്ചർ മനസ്സിലാക്കുന്നത് കൂട്ടുകാരന്മാരാണ്. നമ്മളെന്താണെന്ന് നമ്മൾ ഓപ്പണായി കാണിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരത്തൊക്കെ നമ്മളൊരു ഒളിക്കുന്ന സ്ഥലങ്ങൾ ഒളിക്കാറുണ്ട്. മറ്റേ നമ്മളെപ്പോഴും കമ്പനി ആയതുകൊണ്ട് നമ്മൾ കംഫർട്ടിന് അവരെയാണ് വിളിക്കുന്നത്. എടാ ഞാൻ ഇങ്ങനെ ഒരു ഊർത്തരം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മിക്ക പാരന്റ്സിനും അറിയത്തില്ല അവരുടെ മക്കൾ എങ്ങനെയാണെന്ന്. ഒരു പോയിന്റ് വരെ നമുക്കൊക്കെ അറിയാം. ഞാൻ കുറച്ച് അറിയിച്ചതിന്റെ ക്ഷീണമാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ എപ്പിസോഡുകളിൽ കണ്ടു. എല്ലാം കാണിക്കണമെന്നില്ല. കറക്റ്റാണ്. ഓക്കെ, ഞങ്ങൾ ഇനി ഓർഡർ ഒക്കെ ചെയ്തിട്ട് വരാം. സൊളംബോ ചിക്കൻ, സ്പൈസി സാമ്പാർ ചിക്കൻ സ്കൂവേഴ്സ്. ഷസാമൊക്കെ പറഞ്ഞില്ലായിരുന്നു. ഇതാണ്. അത് നീ പറഞ്ഞാണ്. പിന്നെ ഗാർലിക് ബട്ടർ ചിക്കൻ, സ്പൈസി ക്രിസ്പി കോൺ, യാക്കിയോഡോൺ ചിക്കൻ, സ്പൈസി കോൺസ്റ്റഡ് ചിക്കൻ റാമൻ, വാട്ടർമെലൻ ജ്യൂസ്, സോംടം സാലഡ്. ഗാർലിക് ഇതൊക്കെ എന്തൊരു പേരുകൾ ഗൈസ്. വരട്ടെ എന്തായാലും, എന്നിട്ട് കാണിച്ചു തരാല്ല ഗൈസ്. ഇത് ഫോട്ടോ കണ്ടപ്പോ ഇതിനെക്കാട്ടി വലുതായിരുന്നല്ലോ. ഇതെന്ത് ഇത്ര ചെറുതായി പോയത്? ചെറിയ കോഴിയാണ്. പിന്നെ ഉണ്ടാ ഹോട്ടലിൽ വലിയ കോഴിയും മറ്റേ ചെറിയ കോഴി. ആ കോഴിക്ക് ഒരു വലിയ കഥയുണ്ട്. എന്താടാ? എടാ ഇത് കോഴി അടിച്ച് ചപ്പാത്തി ആക്കിയിട്ടാണ് അതിനെ കുത്തി വെച്ചേക്കുന്നത്. ആണാ? ഇതിന്റെ പേരെന്തിനായിരുന്നു? ചിക്കൻ സ്റ്റൂവർ വിത്ത് സാമ്പേ. നിനക്ക് വേറെ സാധനം നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഞാൻ കൈയിട്ടോളാം. ഇത് നീ കൈയിടണ്ട. പൊടി ഗൈസ്. ഇവൾ എന്റെ ഫുഡ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫോട്ടോ പൊടി അതിന്റെ ഫോട്ടോ എടുക്കാൻ അവൻ ശ്രമിക്കുന്നു. കൊള്ളാം. കൊതി വിടും കേട്ടോ അവള്. ആക്ച്വലി ഇത് കൊള്ളാം ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടാണോ? കൊള്ളാല്ലേ? ഇനി ചോദിക്കല്ലേ, തരൂല. ഒരെണ്ണം പറയാം. ഇല്ലേ, രുചിയില്ല. അല്ല ഇതിപ്പോ ഒന്നുകൂടെ പറയേണ്ടി വരും കേട്ടോ. എനിക്കില്ല. അനുഭവിക്ക്. സ്പൈസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആണോ? സ്പൈസ് കഴിക്കില്ലേ? നിനക്കും പറ്റൂലേ? സ്പൈസി അല്ലേ കുറച്ച്? കുഴപ്പമില്ല. എനിക്കില്ലേ, പണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്പൈസി കഴിക്കാറ്. പിന്നെ ഇപ്പൊ ഫുൾ ബ്രേക്ക് എടുത്ത് വന്നിട്ട് നമുക്ക് സോറി വെരി സോറി ഇത് അണ്ണൻ തീർത്തിട്ട് ഞാൻ പറയാം. അത് തീർക്കാനല്ല, പറഞ്ഞോണ്ടിരുന്ന തീർക്കാനാണ് പറഞ്ഞത്. പണ്ട് ഞാൻ നല്ല സ്പൈസി ടോളറൻസ് ഉണ്ടായിരുന്നു കഴിച്ചു. പക്ഷെ പിന്നെ ഒരു ഫുൾ ബ്രേക്ക് എടുത്തു അസിഡിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഇപ്പൊ എന്തെങ്കിലും കഴിക്കുമ്പോൾ പ്രശ്നമല്ല, ആ ഇനിഷ്യൽ ഹിറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു എനിക്കെന്താ അങ്ങനെ തൊണ്ടയില് യൂസ് ടു അല്ല. പിന്നെ അതങ്ങ് നോർമലാവും. വേണ്ട, ഇതൊക്കെ ആരാടാ തിന്നെ? 3 കമ്പ് എടി കുരിപ്പേ. നിനക്ക് വേണം ഒരെണ്ണം പറയടി. സ്പൈസി ബർഗർ ചലഞ്ച്. അത് എവിടെ ഉണ്ട് സ്പൈസി ബർഗർ? എവിടെ വ്ളോഗിന് പറ്റിയ സാധനമാണ്. നമ്മള് രണ്ട് ഒന്നെങ്കിൽ ഞാൻ തട്ടിപ്പോ, നീ ചിലപ്പോ ഐസിയുലെത്തും. സുഹേറിനെ വിളിച്ചാല് അവനെ സുഹേറിന് കോമഡി. എന്റെ അടുത്ത് പറഞ്ഞു അവൻ മറ്റേ ലോകത്തിന് എന്തായാലും അവൻ പണ്ടേ ഭയങ്കര ചാമ്പ്യനാണ്. വിങ്സ് സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്, അവൻ കോമ്പറ്റീഷൻ ജയിച്ചിട്ടുണ്ട്. തള്ളോടെ തള്ളു. ഞാൻ നോക്കണ പോയി നമുക്കിത് ട്രൈ ചെയ്യാന്നാണ്. ആ ഒരു ബർഗറിന് 4 ആക്കി ഡിവൈഡ് ചെയ്തേ. അതിൽ ഒരു പാതി ഞാൻ കഴിച്ചേ. അപ്പോഴേക്ക് എനിക്ക് ഞാൻ ഒരു കടി കഴിച്ചേ. അവനാണെങ്കിൽ ആ ഒരു പാതിയിൽ ഒരു കടി കഴിച്ചപ്പോൾ നമുക്ക് വയറൊക്കെ പെരുവി. ഒന്ന് ട്രൈ ചെയ്യാൻ പോയാലോ?
ഇഷ്ടം. അനന്ത് പോയാലാടാ ഒരു കെട്ടിയോരാ ഞാൻ തിന്നെ വലിയ ഇല്ല വേറെ സന്ദീപിന് കൊടുത്തു നോക്കാം. സന്ദീപേട്ടൻ നമുക്കില്ലേ അങ്ങനെ വിളിക്കാം. മറ്റേ സന്ദീപേട്ടൻ നമുക്ക് നല്ല ഫുഡ് തിന്നാൻ പാവോടി. നീ ഓർക്കണ്ട അന്ന് നേക്കഡ് ചിക്കൻ തിന്നാൻ കൊണ്ടുപോയി ഞങ്ങളൊക്കെ. അത് ഓർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ആ ഒരു വിങ്സ് സ്പൈസി സാധനം നീ അവളെ മീറ്റ് ചെയ്ത ദിവസം എത്ര വർഷമായെന്ന് വല്ല വിചാരം ഉണ്ടാ? വേറെ ഇത് തന്നെ വരട്ടെ ബ്രോ. പിന്നെ ഒരു മറ്റേ യാക്കിട്ടോറി എന്ന് പറഞ്ഞൊരു സാധനം അതും കൂടെ പോരട്ടെ. രണ്ടും പോരട്ടെ. അല്ല ഇത് തീരോടാ, ഇത് പെട്ടെന്ന് തീരോടാ, ഇതൊന്നും ആവണില്ലേ ഇത്. അപ്പൊ ഇതൊന്നുകൂടെ പറ, അതിന്റെ കൂടെ മറ്റൊന്നും കൂടെ വരട്ടെ ഗൈസ്. അതുവരെ ഞാൻ ഇതിൽ സ്നാക്ക് ചെയ്തോണ്ടിരിക്കാം. ഇത് ഇന്തോനേഷ്യൻ ചിക്കൻ സ്ക്വയർസ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെ ഇഡ്ഡലി കൂട്ടുക. പൊട്ടിച്ച എന്ത് പൊട്ടിക്കണോടാ? ആണോ? ഓ ഇതിന്റെ അകത്ത് സൂപ്പാണ്. സൂപ്പുണ്ടോ? എവിടെ ഇതിന്റെ അകത്ത് അടിച്ചു കഴിഞ്ഞാൽ കളിയാ നല്ല ചൂടാണ് കേട്ടോ. ഈ വായും കൂടെ പുള്ളി. ഇതെന്തിനാണ് ഡംപ്ലിങ്സ്? സൂപ്പ് ഡംപ്ലിങ്സ്. സൂപ്പ് ഡംപ്ലിങ്സോ? അതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ പൊട്ടിച്ചാൽ ഇതിന്റെ അകത്ത് സൂപ്പ് ഉണ്ടാവും. ഇതിന്റെ അകത്ത് സൂപ്പുണ്ട്. ആണോ? നീ പൊട്ടിക്കണോ? ഓ ക്യാമറയിൽ പോക കയറി. അതിന്റെ ചൂട് ഷാമ്പുന്ന കാണാനേ കൊള്ളാവടി. എന്താ ബ്രോ? ഓ അതിന്റെ അകത്തുനിന്ന് ആദ്യം സൂപ്പ് കുടിച്ചിട്ട് പിന്നെ ഡംപ്ലിംഗ് കഴിക്കണോ? ഇവിടെ ടെക്നോളജി. ഇത് എവിടുത്തെ ഫുഡാണ്? ചൈനീസ് ആണല്ലേ? എങ്ങനെയുണ്ടാ സൂപ്പ്? ഓയ്യോ ഇതെന്താ ഇത്? ഓക്കെ, ഇത് ആർക്കുള്ളതാ? എനിക്കാ? ഇതെന്താ സാധനം ഇത്? ഇത് പപ്പായയാണോ? സല്ലേ അത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടാ. നോക്കട്ടെ, പപ്പായയാണെന്നാണ് പറയണത്. ഓക്കെ, ഇത് നൂഡിൽസ് പോലെ ഇരിക്കണ പപ്പായ. ഓ ശരിയാണ് കേട്ടാ, പപ്പായയുടെ മണമുണ്ട് ഐസിന്. കഴിയുക കഴിയുമ്പോൾ പച്ചയാണോ? വേവിച്ചിട്ടില്ല, പൊളി സാധനം കേട്ടോ. അത് നല്ല സാധനമല്ലേ? എടാ നീ അല്ലേടാ തിന്നൂടെന്ന് പറഞ്ഞു. എല്ലാം തിന്നുണ്ടല്ലോ നീ. നല്ല ടേസ്റ്റ് അല്ലേടാ പപ്പായ. ഇതെന്ത് റെഡി? കുത്തുപോണിയോ? ആ ചോളം ഗൈസ്, ഇതാണ് ക്രിസ്പി കോൺ. ഇത് മാവി മുക്കി പൊരിച്ച ചോളം അല്ലേ? കൊള്ളാം. അങ്ങനെ കൊണ്ടുപോയിട്ട് കൊള്ളാവോ? കൊള്ളാം അല്ലേ? ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ചൈനീസ് റെസ്റ്റോറൻറ്റും ഉള്ള അനന്ത് കഴിക്കുന്നത്. നീ കഴിക്കൂലേടാ? കൊള്ളാം. അവൻ മണ്ണിന്റെ മണമുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. നാടൻ. ഇത് ചൈനീസിലെ മണ്ണിന്റെ മണമാണെന്നേ ഉള്ളൂ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഓ കഴിച്ചോ. എടാ ഇത് കഴിച്ചു നോക്കണം നമ്മൾ. എനിക്ക് അത് എടുക്കണതാണ് ആദ്യത്തെ ടാസ്ക്. ഗൈസ് ഈ ഡംപ്ലിംഗ് എടുക്കുക, അത് പൊട്ടിക്കുക. എടാ നല്ല റിഫ്രഷിങ് ടേസ്റ്റ് ചേട്ടാ. അത് ഇല്ല കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. ഇനി ഇതിനെന്തിനാ അത് മറ്റേ ഇതൊക്കെ ഇടണ്ടേ? എൻ്റെ വീട് പോയി ഗൈസ്. ഞാൻ എടുക്കാം. ചോപ്സ്റ്റിക് ഉള്ളപ്പോൾ നമുക്ക് എന്ത് ടെൻഷൻ. ബ്ലാസ്റ്റ് ആയിരിക്കും. അതൊരു ടച്ച് മാത്രമേ യൂസ് ചെയ്യാവൂ. ഇടിവെട്ട് വീണ കണക്കായിപ്പോയി കഴിച്ചിട്ട് തലയിൽ. ഓ സോയ് സോസ് ഇത്രയും തിന്നരുത് കേട്ടോ, വീര സാധനം. ഓക്കെ, ഇനി ഞങ്ങൾ കുറച്ച് കഴിക്കട്ടെ ഗൈസ്. ആ ഫ്രൈഡ് റൈസ് നമുക്ക് നോർമലാണ്, നാട്ടിൽ കിട്ടുന്ന സാധനം. ഇത് ചിക്കൻ സ്ക്വയർസ് അല്ലേ? അല്ല ഇത് യാക്കിട്ടോറി ചിക്കൻ. അനുബ്രോ ഇതല്ലേ നമ്മൾ ടോണിയിൽ അവിടെ നിന്ന് കഴിച്ചത്? ഇതിന്റെ വേറൊരു സാധനം. ഇത് ട്രൈ ചെയ്ത് നോക്കണം.
കൊള്ളാവോ? ഇവിടെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് എന്നിട്ട് പറഞ്ഞ ലീക്ക് എന്ന് പറയും ഈ സാധനം വെജിറ്റബിൾ ലീക്ക് ലീക്ക് എന്താ വേറെ ജോണിയുടെ ഉണ്ട് അടിപൊളി ഇതാ കോമ്പിനേഷൻ സൂപ്പർ. ഇത് ശ്വാസപ്പതി കൊള്ളാവോ? കൊള്ളാം അല്ലേ? യാക്കി ടോറി ഗൈസ് ഞാനോട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്തെടുത്തിട്ട് ഈ ചിക്കനും ഈ വെജിറ്റബിളും കണ്ടോ ഇതിൽ മുക്കിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കേട്ടണം. ഓക്കെ പ്രോപ്പർ ടേസ്റ്റ്. ഇതാണ് ചിക്കൻ യാക്കി ടോറി. ഇപ്പൊ ഇത് സനുബ്രോ പറഞ്ഞത് ഇതിനെ മുക്കണം. മുക്കിയിട്ട് ഇത് രണ്ടിലിപ്പോ ഏതാ ബെസ്റ്റ് എന്ന് പറയാം. ഇത് കുറച്ചുകൂടെ സ്വീറ്റ് ഉണ്ട്. ആദ്യം കഴിച്ച സ്ക്വയേഴ്സ് കുറച്ചുകൂടെ സ്പൈസിയാണ്. രണ്ടും കിടില. ഓക്കെ ഞങ്ങളിത് കഴിക്കട്ടെ ഗൈസ്. അടുത്തതായിട്ട് റാമൻ എത്തിയിരിക്കുകയാണ്. ഇത് ഏത് റാമനാണ് ബ്രോ? സ്പൈസി കൊറിയൻ സ്റ്റൈൽ ചിക്കൻ റാമൻ. സ്പൈസി കൊറിയൻ സ്റ്റൈൽ ചിക്കൻ റാമൻ. ഇത് ഒരെണ്ണത്തിന് രണ്ടാക്കി അത് കണ്ടിട്ട് ഒരു വിമ്മിഷ്ടം കൊള്ളൂലേടാ ബ്രോ? അപ്പൊ ഇവിടെ നിന്ന് പിടിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയ സാധനം എவ்வளോ കാരണമാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. നല്ല നല്ല സാധനം എങ്ങനെയുണ്ടടി? പറഞ്ഞു നോക്കിയാ ടേസ്റ്റ് ചെയ്ത് നോക്കി അവൻ എനിക്ക് തോന്നുന്നു നിന്ന് വയറൽ അല്ല വയറൽ എന്തോ പറ്റിയതിന് ശേഷം കുഴപ്പമില്ല. കുഴപ്പമില്ലേ? എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ കാര്യം ഒരു കൊറിയൻ ടേസ്റ്റ് അല്ലേ? എനിക്ക് കൊറിയൻ ടേസ്റ്റ് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഫ്ലേവർ ഗൈസ്. കൊറിയൻ ഫുഡാണ്. ഇതിനകത്താ ഗോച്ചുജാൻ കൊറിയൻ കുറേ നാട്ടിലിടാറുണ്ട്. അതിന്റെ ടേസ്റ്റ് നീ എന്താ അത് കടിച്ച് തൂങ്ങി കിടക്കണാടാ ചെറുതായിട്ട്. ഒരു വ്യത്യസ്തമായ രുചിയാണ് ഗൈസ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു അറിഞ്ഞൂടാ. ചിക്കനാണ്, കുറച്ച് പുളിപ്പുണ്ട്, പിന്നെ ബ്ലണ്ടാണ്. ഓക്കെ ഞങ്ങൾ കഴിക്കട്ടെ. എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ ഒരു ദിവസം ട്രൈ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഫുഡ് കഴിച്ചിട്ട് വരാം സുഹൃത്തുക്കളെ. അവസാനം നമ്മുടെ ബില്ല് എത്തിയിരിക്കുകയാണ് ഗൈസ്. എടാ പുല്ല് ഇത് എങ്ങനെയാടാ അത് വായിക്കണ? ഇത് ഞാൻ കഴിച്ച സാധനം അതിന് 400 രൂപ. സ്പൈസി സാമ്പാർ ചിക്കൻ. റേഷൻ കടയില് ഗൈസ് ഇതിനൊക്കെ ഇത്രയൊക്കെ വിലയാണ്. നിങ്ങൾ വായിച്ചെടുത്തോളൂ. ഞാൻ കഴിച്ച സ്ക്വയറിന് എത്രയായിരുന്നു? മൊത്തത്തില് ഒരു 4785. ഏറ്റവും വില കൂടിയ ഡിഷ് ഇതിനകത്ത് 525 രൂപയുടേതാണ്. അത് യാക്കി ഉഡോൺ ചിക്കൻ മീൻസ് അതല്ലേ സനുബ്രോ ലാസ്റ്റ് പറഞ്ഞത്. അതിനാണ് ഏറ്റവും വില കൂടുതലായിരുന്നു 650 രൂപ. അത് കളയുകയും ചെയ്തു. പടം കണ്ടപ്പോഴേ പക്ഷെ മണ്ണിലെ പുഴുങ്ങി വെച്ചിരുന്നവരുണ്ടായിരുന്നു. ആണല്ലേ? മണ്ണിന്റെ ടേസ്റ്റ് ഉള്ള അതെ അത് പാഴ്സൽ ആക്കിയിട്ടുണ്ട്. പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. വീട്ടിൽ പാവപ്പെട്ടവരിക്കുമ്പോഴത്തേക്കും ആരാടാ ഈ മണ്ണിനെ പുഴുങ്ങിയതും കൊണ്ട് തന്നിട്ട് പോയെന്ന്. ഉഡൂൺ നൂഡിൽസ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഒരു പ്ലേറ്റ് ബനാന സ്പ്ലിറ്റ്സ് അത് അവൻ മാത്രം കഴിച്ചു. പ്രൗഡ് ഓഫ് യൂടാ. ഞങ്ങൾക്ക് സിമ്പിൾ മനുഷ്യനാണ്. അതെ സിമ്പിൾ ടേസ്റ്റുകൾ. അയ്യോ എന്തായാലും ഞങ്ങളുടെ വയറ് വീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടാടാ? അയ്യോ ഫുഡിനെ പറ്റി പറയാനൊന്നുമില്ല. ഓക്കെ ഞാൻ ഡയറ്റ് തുടങ്ങാൻ പോവാണ് ഗൈസ്. എന്ന് 3-ാം തീയതി ഈ വ്ലോഗിൽ തന്നെ സനി എത്ര പ്രാവശ്യം ഈ ഡയലോഗ് അടിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അറിയാം. 3-ാം തീയതി പോകുന്നതോടുകൂടി ഡയറ്റ് വേണം. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ നീ വരൂലല്ലോ. നീ ഇനി കല്യാണ തിരക്കുകളിലൊക്കെ ബിസി ആവും. ഓ അങ്ങനെ. ഞാനും ബിസിയാവും. അപ്പം നമ്മുടെ ഫുഡ് വ്ലോഗുകൾ നിങ്ങൾ ബർഗർ ചലഞ്ച് നമുക്ക് സെറ്റ് ആക്കാം. ഒരു ദിവസം പോവാം. ഒരു ദിവസം പോയേ ഉള്ളൂ. നല്ല ഏരിയയാണ്. നമുക്ക് നോക്കാം. ഒരു കടി അടിച്ചു നോക്കാം. ഒരു കടിയാണ് ഞാൻ എന്നാ മൊത്തം കഴിക്കാം. മൊത്തം കഴിക്കണം. അല്ല ഒരു കാര്യം ചെയ്യണം. നമുക്ക് ആൾക്കാർക്ക് ചലഞ്ച് കൊടുക്കാം.
ആ ബർഗർ ഇത് കഴിച്ച് തീർക്കണവർക്ക് 2000 രൂപ 2000 രൂപ ഒരു ബർഗർ കഴിച്ചു തീർക്കുന്നവർക്ക് ആ ഒരു ബർഗർ ചലഞ്ച് കൊടുക്കാം. 2000 രൂപയ്ക്ക് അവൻ ആശുപത്രി പോകും. അത് നമ്മൾ പറയണമല്ലോ. ഞാൻ പെട്ടെന്ന് ഇല്ല കേസ് അത് സത്യമാണ്, അത് നമ്മൾ പറയേണ്ടതാണ്. കുറച്ച് ഈറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് അവർ തന്നെ പറയുന്നത്. ആണല്ലേ? 2000 മിനിമം ഒരു 5-10 ഇല്ല അത് പറ്റൂല, അത് നമുക്കൊരു ചാലഞ്ച് ആയി. ചാലഞ്ച് ഞാൻ 10 രൂപ ഫുൾ ബർഗർ തന്നെ 10 രൂപയ്ക്ക് ഞാൻ എന്റെ ജീവൻ കളയും. ഇത്രയ്ക്ക് എരി ഉണ്ടാടാ? എനിക്ക് ഇവിടെ ഇരിക്കും, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എടാ, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഗൈസ് ചലഞ്ച് ആണെങ്കിൽ നമ്മളതൊരു കൈ നോക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ അല്ലേ ഡി? എന്താണ് ഒരു പല്ലവി ഇങ്ങോട്ട്? നീ ചലഞ്ചാ പോരെ? ഒറ്റയ്ക്കിരുന്ന് പുഴുങ്ങാൻ വയ്യാത്തോണ്ടാണ്. പൈസ ഒന്നും വേണ്ട. ഒരു പകുതി അവളും ഒരു പകുതി നീ കഴിക്കും. അപ്പൊ ഞാൻ സ്വർഗത്തിലേക്ക് നീ നരകത്തിലേക്ക്. അതെന്താ എന്നെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടത്? ഓ അവള് സ്വർഗവും നമ്മൾ നരകോ? ഓ നീ വലിയ പുന്നാളത്തി. അതെ, ആ നരകത്തിന്റെ ക്യൂവില് ഞങ്ങളുടെ പുറകിൽ ആരാണുള്ളതെന്ന് നമുക്ക് ഇപ്പോഴേ അറിയാം. ഓക്കെ ഓക്കെ ഗൈസ്, എന്നാ ഈ പരിപാടി, അതായത് നമ്മുടെ ഈ ഫുഡ് വ്ലോഗ് ഫീച്ചറിങ് സനുബ്രോ, ഫീച്ചറിങ് ഷാസ്ബ്രോ, ഫീച്ചറിങ് ശരണ്യ, ഫീച്ചറിങ് അനന്തു ഇവിടെ എൻ്റെ ആവുകയാണ്. ഫീച്ചറിങ് നാസിയാൻ മീ, അത് അവരുടെ ഫീച്ചറിങ് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത്രയും ഫീച്ചർ ഇവിടെ എൻ്റെ ആവുകയാണ്. അപ്പോൾ ലവ് യു, ബൈ ബൈ, നാളെ കാണാം.